അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ ഒരു തെറ്റ് ഒടുവിൽ കോടതി ശിക്ഷിച്ചത് 25 വർഷം കഠിന തടവിനാണ്. എനിക്കൊപ്പമുള്ളത് എഴുത്തുകാരിയും വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയുമായിട്ടുള്ള ലിസി റോസക്കുട്ടിയാണ്. നമസ്കാരം. കഴിഞ്ഞ ഒരു ദീർഘകാലം അല്ലെങ്കിൽ ഒരു 18 കാലമെന്ന് നമുക്ക് പറയാം ജയിലിന് ഉള്ളിലായിരുന്നു. ഇപ്പോൾ പുസ്തകം എത്തി, ഇപ്പോൾ ഇന്ന് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഈ ഒരു കാലയളവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങൂല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമായിരുന്നു. കാരണം 25 വർഷം ചിലപ്പോൾ ഞാൻ മരിച്ചിട്ട് അല്ലെങ്കിൽ ഒത്തിരി വയസ്സായി വടിയും കുത്തി മരണം എന്നങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ എഴുത്താണ് എന്നെ രക്ഷിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് മഞ്ജു ആൻ്റണി എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റാണ്. ഫീസ് വരെ വാങ്ങാതെ അഡ്വക്കേറ്റ് എന്നോട് എൻ്റെ കേസിന് വേണ്ടി ഒത്തിരി വാദിച്ച് എന്നെ പുറത്തിറക്കുകയാണ് ചെയ്തത്. എങ്ങനെയായിരുന്നു ഈ കേസിൽ വന്നപ്പെടുന്നത്? കേസിൽ വന്നപ്പെടുന്നത് 2010 ജനുവരി 1 കേസാണിത്. 2010 എൻ്റെ ചെറിയ അനിയത്തി തീപ്പൊള്ളലേറ്റ് കിടക്കുന്ന സമയം. അപ്പം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ക്ലോസ്ഡ് അത്ര അറിയുന്ന ഒരാളോട് ഒരു 2000 രൂപ ഞാൻ കടം ചോദിച്ചതാണ്. ആ 2000 രൂപ എനിക്ക് ഇത്രയും വലിയ ശിക്ഷ വാങ്ങി തന്നത്. അപ്പോൾ തരാമെന്ന് പറഞ്ഞു. പിന്നെ അത്ര അറിയുന്ന ആളാണ്. അപ്പോൾ ഞാൻ നന്നായി തയ്ക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ലിസി ഒരു കാര്യം തയ്ക്കാനുള്ള തുണികൾ കൊണ്ടുവന്നാൽ മതി, മംഗലാപുരത്ത് പോയിട്ടെന്ന് പറഞ്ഞു. മംഗലാപുരത്ത് പോയി തുണി എടുക്കാൻ പോയ ആൾ എൻ്റെ അടുത്തൊരു ബിഷോപ്പർ തന്നു വിട്ടതാണ്. ബിഷോപ്പറിനകത്ത് എന്താണ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ബിഷോപ്പറായിട്ട് ഷാജഹാൻ്റെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഒരു ഓട്ടോ വിളിച്ച് ഷാജഹാൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലീസ് മുമ്പ് എൻ്റെ ഈ തൊട്ടുപുറകെ ഉണ്ടായിരുന്നു. ഈ തൊട്ടുപുറകെ ഉണ്ടായ പോലീസ് നേരെ മുമ്പോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് റോങ് സൈഡിൽ വന്ന് നിർത്തി. പോലീസ് വന്ന് നിർത്തുന്നുണ്ടത് എനിക്കൊരു പേടിയും തോന്നിയില്ല. കാരണം എന്താണ് പോലീസ് വന്നേക്കുന്നതെന്ന്. വേഗം ഓട്ടോയിൻ്റെ അടുത്തേക്ക് വന്ന് കയ്യിലെടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടായത്. സ്ഥിരമായി വാങ്ങിയിരുന്ന ആളാരായിരുന്നു ഇത് കൊണ്ടുവരുമ്പോൾ? ഒരു കോഴിക്കടക്കാരനായിരുന്നു. അയാൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. പക്ഷെ അയാൾ വന്ന് വാങ്ങുമായിരുന്നു. അയാൾക്ക് കൊടുത്താൽ മതി. അത് കോഴിക്കച്ചവടക്കാരനാണ്, കോഴിക്ക് കൊടുക്കുന്ന ഹോർമോണാണ് ഇത് എന്നാണ് ഷാജഹാൻ എന്നോട് പറഞ്ഞത്. 2010 ജനുവരി 1 പോലീസ് പിടിക്കുമ്പോൾ ഈ പോലീസ് വരെ എന്നോട് വിശദീകരിച്ച് പറഞ്ഞില്ല ഇത് മയക്കുമരുന്നാണ്, ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വലിയ ആപത്താകുമെന്ന്. പക്ഷേ ആ കേസിന് എനിക്ക് അവർ അപ്പം തന്നെ ജാമ്യവും തന്നു. പിന്നീടാണ് ആ കേസ് വിചാരണയ്ക്ക് വെച്ച് ഈ ഇത്രയും വലിയ ശിക്ഷ കിട്ടിയത്. ജയിൽ കാലയളവിൽ ശ്രീലേഖ IPS ആയിട്ടുള്ളൊരു കണ്ടുമുട്ടലുണ്ട്. എഴുത്തുകാരിയാണെന്നറിയാം. ശ്രീലേഖ IPSമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? ശ്രീലേഖ മേഡം ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടെ ടൈലറിങ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വന്നു. അന്നാണ് ഞാൻ മേഡത്തെ ആദ്യമായിട്ട് കാണുന്നത്. വന്ന ഉടനെ എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അതിനിടയിൽ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ കവർ മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പെട്ടെന്ന് എന്നോട് എന്നെയാണ് വന്ന് കെട്ടിപ്പിടിച്ച് ഒത്തിരി ഉയരങ്ങളിലെത്തണം, നന്നായി എഴുതണം എന്നെല്ലാം പറഞ്ഞിരുന്നു. കേരളത്തിലെ വനിതകളെക്കുറിച്ച് മേഡം ഒരു ലേഖനം തയ്യാറാക്കി മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ. അതിൽ എന്നെക്കുറിച്ചൊക്കെ വന്നത് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാട്ടോ. നമ്മൾ ഓർക്കാൻ വരെ ഇഷ്ടപ്പെടാത്ത. കാരണം ഞാൻ 13 കേസിലെ പ്രതി എന്നുള്ള നിലയിലൊക്കെയാണ്. മേഡത്തിൻ്റെ ഭാവനയിൽ ജയിലിലുള്ള ഓരോ തടവുകാരെക്കുറിച്ച് എഴുതുമായിരുന്നു മേഡം. മനോരമ ആഴ്ചപ്പതിപ്പ് വായിച്ചവർ പലരും ഇത് എൻ്റെ പകുതി കഥകൾ എൻ്റെതാണെന്ന് മനസ്സിലായി. പക്ഷേ എങ്ങനെ ഇത്രത്തോളം ഇവിടെ ഈ 10-13 കഞ്ചാവ് കേസിൽ പെട്ടു? നീ അത്രയും കഞ്ചാവ് കേസിൽ പെട്ടിട്ടാണോ ജയിലിൻ്റെ ഉള്ളിൽ കിടന്നത്? അതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര വർഷം കിട്ടിയെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ചിലരെന്നെ അടുപ്പിക്കാൻ വരെ ശ്രമിക്കാത്തവരുണ്ടായിരുന്നു. 13 കേസിലെ പ്രതിയല്ലേ, അതും കഞ്ചാവ് കേസിലെ പ്രതിയല്ലേ, പേടി ഉണ്ടാവില്ലേ? 13 കഞ്ചാവ് കേസിലെ പ്രതി. സ്കൂൾ കുട്ടികളെ വരെ എൻ്റെ അടുത്തേക്ക് വിടാൻ അവർക്ക് പേടി ഉണ്ടാവുമല്ലോ. ഞാനെന്നല്ല, ജയിലിൽ കിടക്കുന്ന ഏത് തടവുകാരോട് ചോദിച്ചാലും ഇപ്പോൾ അവർക്ക് ആർക്കും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ശ്രീലേഖ IPS എഴുതിയത്. ഒരു തടവുകാരുടെ അനുവാദം ചോദിക്കാതെയാണ് അവരെഴുതിയത്. മനോരമ ആഴ്ചപ്പതിപ്പിൽ വരുമ്പോൾ മാത്രം ഞങ്ങൾ അതേക്കുറിച്ച് അറിയുന്നത്. ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥ. അപ്പോൾ അവരുടെ നേരെ പരാതിപ്പെടാൻ നമുക്ക് പറ്റില്ലല്ലോ. അതിനോട് എങ്ങനെയായിരുന്നു ലിസിയുടെ ഈ ജയിൽ ജീവിതത്തെക്കുറിച്ച് എങ്ങനെ ആദ്യമായി അറിഞ്ഞത്? അഴിമുഖത്തിലായിരുന്ന സമയത്ത് എനിക്ക് ഓഫീസിൽ നിന്ന് അസൈൻമെൻറ്റ് വരികയാണ്. ഷാജു ഗംഗാധരൻ എന്ന് പറയുന്ന എൻ്റെ സീനിയറായിട്ടുള്ള കക്ഷി എനിക്ക് അസൈൻമെൻറ്റ് വരുന്നു. കണ്ണൂർ ജയിലിൽ ഒരു തടവുകാരിയുടെ പുസ്തകം മോഹൻലാൽ പ്രകാശനം ചെയ്യുന്നു.
കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി, രസകരമായ, നമുക്ക് ജേർണലിസ്റ്റുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലം, നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചാടി വീഴും എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ണൂർ ജയിലിൽ വിളിച്ചന്വേഷിക്കുമ്പോൾ അവർ അവിടെ ഇല്ല, ഓപ്പൺ ജയിലിലാണെന്നും മാറിയെന്ന് പറയുന്നു. അപ്പോൾ ഓപ്പൺ ജയിലിൽ വിളിക്കുമ്പോൾ അവിടുത്തെ സൂപ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ലിസിയെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമേ ഉള്ളൂ, അവരങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അവരെ ട്രാപ്പിലാക്കിയതാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവർ കോവിഡിൻ്റെ പരോളിൽ ആണ് എന്ന് പറയുന്നു. അപ്പോൾ കോവിഡിൻ്റെ പരോളിലായിരിക്കുന്ന ആളെന്തായാലും പുറത്തുണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ കിട്ടുന്നു, പുള്ളിക്കാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി മോഹൻലാൽ പ്രകാശനം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു മനുഷ്യാവകാശ ലംഘനം അവിടെ നടന്നിട്ടുണ്ട്. ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രദ്ധ ആദ്യം ചെന്ന് ചാടുന്ന ഒരു സ്പേസ് അതായതുകൊണ്ട് ചാടിക്കയറി പിന്നെ ബാക്കിയുള്ള ലിസ് ചേച്ചിയുടെ ജീവിതം, എങ്ങനെയാണ് ലിസ് ചേച്ചി ഇതുമായി പിടിയിലായി ആകപ്പെടുന്നത്, തെറ്റിദ്ധരിക്കപ്പെട്ട് എങ്ങനെയാണ് ഇതുകൊണ്ട് ക്യാരിയർ ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 2000 രൂപയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ കണ്ടെയ്നറിൽ എന്താണ് ഉള്ളതെന്ന് പോലും ചിന്തിക്കാതെ കൊണ്ടുപോവുകയാണ്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവിടെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും അബദ്ധം പറ്റാറുണ്ട്. ചേച്ചിയെ സംബന്ധിച്ച് അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇതുകൊണ്ട് ചെല്ലുമ്പോൾ പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിച്ചു കഴിയുമ്പോൾ നേരെ ജയിലിലേക്കാണ് എത്തുന്നത്. ലിസ് ചേച്ചി അറസ്റ്റിലായി, പക്ഷേ കൊടുത്തുവിട്ട ആൾ ഇപ്പോഴും പോലീസ് പിടിയിലാകാതെ പുറത്തെവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. ഷാജഹാൻ എന്നാണ് അയാളുടെ പേര്. എനിക്ക് ആ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അറിഞ്ഞോ അറിയാതെ പെടുന്ന, എൻ്റെ ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയവരാണ്. ഞാൻ അവരുടെ ആരുടെയും പേര് ഇതായിട്ടില്ല, പക്ഷേ അവരെന്നോട് പറയാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ അനുഭവിച്ചു ആ ജയിലിൻ്റെ ഉള്ളിൽ. ഒരു ജയിൽ എന്താണെന്ന് പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവില്ല. പലരും ജയിലിനെ കുറിച്ച് പല പല വാർത്തകളും കേൾക്കുന്നുണ്ട്. ജയിലിൽ അങ്ങനെയാണ്, സീരിയലിൽ കാണുന്നു, സിനിമയിൽ കാണുന്നു, അങ്ങനെയാണോ ജയിലെന്ന്. പക്ഷേ ജയിലിനകത്ത് നന്മയുണ്ട്, തിന്മയുണ്ട്. ഇതെല്ലാം എൻ്റെ പുസ്തകത്തിനകത്തുണ്ട്. ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം തുന്നൽ ഒരു തയ്യൽ ജീവിതം തന്നെയായിരുന്നോ പിന്നീട് ജീവിതത്തെ പച്ചപിടിപ്പിച്ചത്? പിന്നീട് മെച്ചപിടിപ്പിച്ചത് ഇപ്പോഴും ജീവിക്കുന്ന ഈ തുന്നൽ തന്നെയാണ്, തയ്യൽ തന്നെയാണ്. എഴുത്ത് സജീവമാക്കിയോ പിന്നീട്? എഴുത്ത് സജീവമാക്കി. ഞാൻ എഴുതുന്നുണ്ട്, ചില സമയങ്ങളിലെല്ലാം ഇരുന്ന് എഴുതും. പിന്നെ അങ്ങനെ എഴുതിയ കുറച്ച് കഥകളും കൂടി ഉണ്ട്. അതിനി അരുണിനെ ഏൽപ്പിക്കണം. അല്ല, ഒരു അടുത്ത ഫെസ്റ്റിന് ആ പുസ്തകം കൂടി ഇറക്കാൻ പറ്റത്തക്ക രീതിയിൽ അത് അരുണിനെ ഏൽപ്പിക്കണം. നിയമം പാലിക്കാനും അത് പാലിപ്പിക്കാനും ശ്രമിക്കുന്നവരാണ് നിയമപാലകരൊക്കെയും. പക്ഷേ ശ്രീലേഖ IPSനെ സംബന്ധിച്ച് വലിയൊരു മൗലിക അവകാശ ലംഘനമാണ് നടത്തിയിരിക്കുന്നുള്ളത് ലിസിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ചെയ്യാത്ത ഒരു തെറ്റ് അതിന് ശിക്ഷിക്കപ്പെട്ടു 12 വർഷക്കാലം ജയിലിനുള്ളിലായി. ഒടുവിൽ ജയിൽ മോചിതയായി തിരിച്ചു വരുമ്പോൾ ബന്ധുക്കളുടെ അടുത്ത് പോലും എത്താൻ പറ്റാതെ സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ലിസി മാറി എന്നുള്ളതാണ് അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അവരുടെ എഴുത്തും ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആ നോവുന്ന ആ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ലിസിയെപ്പോലെ ഇനിയൊരു ജീവിതം മറ്റൊരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.